സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. കുഴച്ചെടുത്തൊരു ഉരുളച്ചോറ് അവൻ അവൾക്കായി നീട്ടിപ്പിടിച്ചപ്പോൾ ഗൗരവം വെടിയാതെ അവൾ അവനെയൊന്ന് നോക്കി. വേണ്ടത് കാണിച്ചപ്പോൾ കണ്ണുകൾ കൊണ്ടവൻ അത് വാങ്ങാൻ ശാഠ്യം പിടിച്ചു. വാ തുറന്നത് വാങ്ങാൻ മെനക്കെടാതെ അവൾ കനപ്പിച്ച് മുഖം ഒരു വശത്തേക്ക് തിരിച്ചു വെച്ചു പരിഭവത്തോടെ. ഇടം കണ്ടിട്ട് അവനെ നോക്കിയപ്പോൾ അവിടെ ആ പഴയ കുസൃതിയാണ് കണ്ണുകളിൽ. ഒപ്പം വാങ്ങുവോളം താനിങ്ങനെ നിനക്കായി നീട്ടിപ്പിടിക്കുന്ന ഭാഗവും. അത് കാണെ കണ്ണുകൾ കൂർപ്പിച്ചു. അവനെ നോക്കിക്കൊണ്ട് തന്നെ അവൾ വാത്തുറന്നു. ആ നിമിഷം ആ ചുണ്ടിലൊരു കള്ളച്ചിരി മിന്നിമറിഞ്ഞു. പെട്ടെന്ന് തോന്നിയ തോന്നലിൽ അവൾ കൈ ഉയർത്തി ചൂണ്ടുവിരലിനെ ആ ഉടലിലേക്ക് കുത്തി. അവൻ്റെ കയ്യിൽ കിടന്ന് അവ പൊടിഞ്ഞപ്പോൾ അവൾ കണ്ടു നെയ്ച്ചോറിലെ പട്ടയും ഗ്രാമ്പും ഏലക്കയും വേണ്ട സലാഡിൽ പൊടിപൊടിയായി അരിഞ്ഞിട്ട് മുളക് പോലും ആ ഉരുളക്കുള്ളിൽ അവൻ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ മീൻ വെച്ചതും മുളക് വെച്ചതും അറിയാതെ അവൻ നീട്ടിപ്പിടിച്ച ഉരുള സന്തോഷത്തോടെ വാങ്ങി കഴിച്ചിട്ടുണ്ടവൾ. അമളി പറ്റിയതറിഞ്ഞ് ചുണ്ട് മലർത്തി അവൾ അവനെ നോക്കുമ്പോൾ കണ്ണിറക്കി കുസൃതിയോടെ ചിരിക്കും അവൻ. ഇപ്പം അവൻ്റെ കള്ളച്ചി കൈയോടെ പിടിച്ചപ്പോഴും ആ ചിരിയും കണ്ണുകളിൽ അവളോട് നിറഞ്ഞ സ്നേഹവും മാത്രമാണ്. അത് കാണെ മനം നിറഞ്ഞു. അറിയാതെ വന്നൊരു ചെറുപുഞ്ചിരി അവൾ ചുണ്ടുകൾക്കിടയിൽ കടിച്ചമർത്തി. വീണ്ടും ഒരു ഉള്ള അവൾക്കായി നീട്ടിയപ്പോൾ അവൾ കണ്ണുകൾ കുറുക്കി തന്നെ അവനെ നോക്കി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, ഇത് ഞാൻ സ്നേഹം നിറച്ചെൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നീട്ടിയ ഉരുളയാണ്, കഴിക്കടോ. അമ്മ പറഞ്ഞത് കേട്ടപ്പം കൂർപ്പിച്ച് അവനെ നോക്കിക്കൊണ്ടാണെങ്കിലും തുറക്കാതിരിക്കാൻ അവൾക്കായില്ല. അതിൻ്റെ രുചി നാവിലേക്കെത്തി പല്ലുകൾക്കിടയിൽ വെച്ച് അവയെ ചവച്ചരക്കുമ്പം അവൾ അറിഞ്ഞു നല്ല മൃദുവായ കോഴി കഷ്ണങ്ങളുണ്ട് രുചി. പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ഒതുക്കി വെച്ച് ലൈറ്റ് മണച്ച് സുറുമി ഹാളിലേക്ക് വന്നപ്പം ഉമ്മ കിടന്നിരുന്നു. സഫയുടെ മുറിയിലേക്ക് എത്തി നോക്കിയപ്പം അവൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തേടിയ ആളെ അവിടെ എങ്ങും കാണാത്തപ്പം അവൻ മുകളിലേക്ക് പോയി കാണുമെന്ന് അവൾ ഊഹിച്ചു. ഹാളിൽ ലൈറ്റടച്ച് സ്റ്റെയർ കയറാൻ നിന്നപ്പം സഫയുടെ ആക്കിയുള്ള ചുമ കേട്ടു. എന്തടി, നിനക്ക് ചുമക്കുന്നോ? ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ഓ ഇല്ലേ, ഇതുവരെ നമ്മളൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരാളിങ്ങ വന്നപ്പോഴേക്ക് കണ്ണും കാതും മനസ്സും അങ്ങോട്ട് കർപ്പിച്ച് വെച്ചിരിക്കുക. ആ ഇനിയിപ്പോൾ നമ്മളെയൊക്കെ കണ്ണീ പിടിക്കുമെന്തോ കളിയാക്കിക്കൊണ്ട് സഫ പറഞ്ഞപ്പോൾ സുർമിക്ക് ചിരി പൊട്ടി. 2-3 ദിവസം കൂടുമ്പം ചിലർ വന്നാൽ ചിലവരുടെ ഭാവം ഇങ്ങനെയൊക്കെ തന്നെയാ. സുർമിയുടെ മറുപടിയും വന്നു. ആ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞ് മുഖം രക്ഷിക്കാം. പോയട്ടെ. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്താന്ന് പറയുന്നത് ഇതാ. ഇപ്പം ഞാനെന്താ വേണ്ടേ? ഇവിടെ നിൻ്റെ അടുത്ത് കിടക്കണോ? വേണേ കിടക്കാം. ഓ വേണ്ട, നമ്മളിങ്ങനെയൊക്കെ അങ്ങ് കിടന്നോളാം. അവിടെ ഒരാൾ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്നുണ്ടാകും. പോയാട്ടെ. എന്നാൽ നാത്തും പോരെ കാണിക്കാതെ വേഗം കണ്ണടച്ച് കിടന്നാട്ടെ. ഇങ്ങനെ ഉറക്കം വിളിച്ചാലേ രാവിലെ എഴുന്നേറ്റ് മുറ്റമടിക്കാനും തൂക്കാനൊന്നും പറ്റില്ല. ഓ ഉത്തരവ് പോലെ. അവളുടെ പരിഭവിച്ചുള്ള മറുപടി കേട്ടതും സുർമി ചിരിയോടെ മുകളിലേക്ക് കയറി. റൂമിൻ്റെ മുമ്പിലെത്തിയതും ആ ചിരി മാഞ്ഞു. ഗൗരവം എടുത്തണിഞ്ഞു. അതേ ഭാവത്തോടെ മുറി തുറന്ന് അകത്തേക്ക് കയറിയതും കണ്ടു കട്ടിലിൽ ചാരിയിരിക്കുന്ന മഷൂദിനെ. ടീഷർട്ട് അയച്ച് മാറ്റിയിട്ടുണ്ട്, ലുങ്കി മാത്രമാണ് വേഷം. അവനെ കാണാൻ എല്ലാം പറഞ്ഞ് ഓടിപ്പോയി ആ മാറോടണങ്ങാൻ തോന്നിയവർക്ക്. ഏറെ നാളത്തെ സ്വപ്നമാണ് മുമ്പിൽ കാണുന്നത്. കാത്തിരിപ്പിനും പ്രതീക്ഷകൾക്കും നോവുകൾക്കും ഒടുവിൽ പ്രണയപൂർവ്വമുള്ള അവൻ്റെ നോട്ടങ്ങളാലും തനിക്ക് വേണ്ടി മാത്രം വിരിയുന്ന കുസൃതി ചിരിയാലും പ്രണയത്തോടെ അവൻ തരുന്ന ചുടുചുംബനങ്ങളാലും അവൻ്റെ പ്രണയം തന്നിലേക്ക് മാത്രമായി ഒഴുകുന്നു വരും ദിവസങ്ങൾ എത്രയോ തവണ കിനാവ് കണ്ടിരിക്കുന്നു. കഥക് തുറന്നു വരുന്ന അവളെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു. നല്ല ചൂടുണ്ടല്ലേ? തായാകുമ്പോൾ ഇത്ര തന്നെ തോന്നിയില്ല. അയച്ചു വെച്ച ഷർട്ട് കയ്യിലിട്ട് കറക്കിക്കൊണ്ട് അവൻ പറഞ്ഞത്. അതിന് മറുപടിയും മൂളിക്കൊണ്ടവൾ വാർഡ്രോബ് തുറന്ന് നൈറ്റിയും തോർത്തുമെടുത്ത് തോളിലൂടിട്ടുകൊണ്ട് പുറത്തേക്ക് പോകാനഞ്ഞു. എങ്ങോട്ടാ? അവൻ്റെ ചോദ്യം കേൾക്കെ അവളൊന്ന് തിരിഞ്ഞു നോക്കി. കുളിക്കാനാ? ഈ നട്ടപ്പാതിരയിലോ? അവളുടെ നോട്ടം അവളുടെ തോളിലൂടെ തോർത്തിലേക്കും ഡ്രസ്സിലേക്കും വന്ന് കണ്ടതും അവൻ ചോദിച്ചു. നട്ടപ്പാതിരക്ക് എന്താ കുളിച്ചൂടെ? അതല്ല, കുളിക്കാം. പക്ഷെ ഈ നേരത്ത് അവനൊക്കെ സംശയിച്ച് നിൽക്കുകയാണ്. ചൂടല്ലേ? പിന്നെ കുളിക്കാതെ കയറി കിടക്കാൻ ഞാൻ എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് റൂമിലൊക്കെ ചെയ്യലല്ലോ. അഴക്കലല്ലായിരുന്നു. ചൂണ്ടൊന്ന് കൂട്ടി കപട ഗൗരവത്തോടെ പറഞ്ഞ് കണ്ടോൾ മുടി വിട്ടിറങ്ങി. ഇവളിതെന്താ പറയുന്നത് എന്ന മറ്റുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടപ്പം വല്ലാത്തൊരു മനസ്സുഖം. ഓരോന്ന് പറഞ്ഞ് ഉള്ളിലുള്ള പരിഭവം വാക്കുകളാക്കി പുറത്തേക്കുന്തി അവൾ ജയിച്ചപ്പോൾ പോലെ അവനക്ക് മുമ്പിൽ നിൽക്കുമ്പം എന്തോ വല്ലാത്തൊരു ആനന്ദം, പരമമായ ആനന്ദം. മേലൊക്കെ കഴുകി മുറിയിലേക്ക് കയറിയപ്പോൾ വാർഡ്രോബിൽ എന്തോ തിരിയുകയാണ്. അവൾ വന്ന പെരുമാറ്റാതിനതും അവൻ മുഖമുയർത്തി അവളെ നോക്കി. പിങ്ക് കളർ സെൽഫ് പ്രിൻ്റ് ആയിട്ടുള്ള സ്ലീവ്ലെസ് നൈറ്റിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. തല കുളിച്ചിട്ടില്ല. പാറിപ്പറന്ന് അവളുടെ ഇളം കാപ്പി കളറുള്ള മുടി 2 ഭാഗത്തേക്കും തൂങ്ങിക്കിടപ്പുണ്ട്. മുമ്പത്തേക്കാളും മുടി വലുപ്പം വെച്ചിട്ടുണ്ട്. ചെവിക്ക് താഴെ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ തോള് കഴിഞ്ഞതും വളർന്നിട്ടുണ്ട്. എന്നാൽ നെഞ്ചറ്റം വരെ ഇല്ലതാനും. ചുരുക്കി പറഞ്ഞ സെൽവാറിട്ട് തട്ടിട്ട് തനി നാടൻ പെണ്ണല്ല ഇപ്പം.
ശരിക്കും ഒരു മോഡേൺ ആയിട്ടുള്ള കൊച്ചു സുന്ദരി. പിങ്ക് കളർ നൈറ്റിൽ ഒന്നുകൂടെ സുന്ദരിയായതുപോലെ. കണ്ണിറയെ തന്നെ കാണുന്ന അവൻ്റെ കണ്ണുകളിൽ മിന്നിമറിയുന്ന ഭാവങ്ങൾ കാണേ അവൻ തന്നോടുള്ള സ്നേഹം മുമ്പത്തേക്കാളും കൂടിയിട്ടുള്ളയോ എന്ന് തോന്നി അവൾക്ക്. എന്നിരുന്നാലും ഈ സ്നേഹമെല്ലാം ഒരു വാക്കാൽ പോലും പ്രകടിപ്പിക്കാതെ പല കാരണങ്ങളാൽ അറിഞ്ഞോ അറിയാതെയോ തന്നെ അവഗണിച്ചതല്ലേ. ഇന്നവനെ കാണുന്ന നിമിഷം വരെ അവൻ്റെ ഓർമ്മയിൽ വെന്തുരുകയില്ലായിരുന്നു താൻ. അപ്പം അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ? അവനെ വകവെക്കാതെ തന്നെ കയ്യിലുണ്ടായിരുന്ന തോർത്ത് ഹാങ് ചെയ്തു. വാർഡ്രോബ് ലക്ഷ്യമാക്കി അവൾ വന്ന് അവനവിടെ നിൽപ്പുണ്ടെന്ന് പോലും കണക്കിലെടുക്കാതെ വാർഡ്രോബ് തുറന്ന് കോമ്പെടുത്ത് പാറിപ്പറന്നവളുടെ മുടിയൊന്ന് ചീകി ഒതുക്കിയിട്ടു. തിരികെ കോമ്പ് വാർഡ്രോബിൽ വെച്ച് കണ്ണാടി നോക്കിയപ്പോൾ മഷൂദ് അവൾക്ക് പുറകിൽ അവളുടെ തൊട്ടടുത്തായി നിൽക്കുകയാണ്. പ്രണയത്തോടെ ഇഷ്ടത്തോടെ ആ കണ്ണുകൾ അവളുടെ മേൽ ഓടി നടക്കുകയാണ്. അതറിഞ്ഞിട്ടും കണ്ട ഭാവം നടിക്കാതെ പോകാഞ്ഞ് അവളുടെ വയറിലവൻ കൈ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. പരിഭവത്തോടെ അവളുടെ പ്രവൃത്തിയിൽ ആദ്യമെന്ന് അമ്പരുന്ന കണ്ണാടിയിൽ കാണുന്ന അവളുടെ പ്രതിബിംബത്തെ നോക്കിയെങ്കിലും വീണ്ടും കുസൃതിയുടെ കരങ്ങൾ അവളുടെ അണവയറിൽ മുറുകി. വീണ്ടും പരിഭവത്തോടെ അവൾ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞെങ്കിലും പിന്മാറാൻ തയ്യാറല്ലാത്തവനെ പോലെ അവൻ്റെ കരങ്ങൾ വീണ്ടും മുറുകി. ഇത്തവണ പിടുത്തം മുറുകിയിരുന്നു. തോൽക്കാൻ തയ്യാറല്ലാത്തവളെ പോലെ അവളും അവൻ്റെ കൈ തട്ടിമാറ്റിയെങ്കിലും അവളുടെ വയറിൽ മുറുകി അവളുടെ ബലിഷ്ഠമായ കൈ തട്ടിമാറ്റാൻ അവൾക്കായില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ കുറുമ്പുകളെ ആസ്വദിച്ചെങ്കിലും കാണാത്തപ്പോൾ ഒരു വാക്കാൽ പോലും സ്നേഹം ചൊരിയാത്ത ഇപ്പം തന്നെ കണ്ടപ്പോൾ മാത്രം കുതിച്ചു വയ്ക്കുന്ന അവൻ്റെ സ്നേഹത്തെ ഒരു ചേർത്ത് പിടിക്കലിലൂടെ എല്ലാം മറന്ന് അവനെ അനുസരിക്കാൻ അവളിലെ പെണ്ണ് സമ്മതിച്ചില്ല. കണ്ണാടിയിലോ കാണുന്ന അവനെ നോക്കി പരിഭവത്തോടെ ദേഷ്യത്തോടെ അവൾ അവൻ്റെ കൈകളെ വേർപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം അവൻ്റെ കൈ അവളിൽ മുറുകുകയും ശക്തിയായി തന്നെ അവളെ അവൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിക്കുകയും അവളുടെ പിൻകയത്തിലും അവളുടെ കോലം മുടികളിലും അവൻ മുഖമമർത്തുകയും ചെയ്തു. കുതിരിക്കൊണ്ട് തൻ്റെ വയറിൽ ചുറ്റിയ അവൻ്റെ കൈകൾക്ക് മുകളിൽ ദേഷ്യത്തോടെ കുറുമ്പോടെ പരിഭവത്തോടെ അവൾ ആഞ്ഞടിച്ച് അവൻ്റെ കൈകളിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചു. അവളുടെ കുറുമ്പ് ആസ്വദിച്ചെന്ന പോലെ കുസൃതിയോടെ ബലമായി അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. അതല്ലാതെ തൻ്റെ കൈകളിൽ കിടന്ന് പിഴയുന്നവളെ വിട്ടയക്കാൻ അവൻ ഒരുക്കമല്ലായിരുന്നു. ദേ പെണ്ണെ, നിനക്ക് വേദനിക്കുന്നല്ലാതെ ഞാൻ വിടാൻ പോണില്ല കേട്ടോ. അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് വന്ന്, ഇല്ലെങ്കിൽ അടക്കി നിർത്താൻ എനിക്ക് പലതും ചെയ്യേണ്ടി വരും. പതുക്കെ അവളുടെ ചെവിയിലായി അവൻ പറഞ്ഞതും കുറുമ്പോടെ അവൾ അവൻ്റെ കയ്യിൽ പിച്ചി. വേദന കൊണ്ടവൻ കൈ കുടഞ്ഞ നിമിഷം കൊണ്ടവൾ കുതറി മാറി. മുഖം ചൊലിച്ച് നൊന്ത ഭാഗം മറുകൈ കൊണ്ട് തടവി തൻ്റെ കൈക്കുള്ളിൽ നിന്നും വഴുതി അവളെ കുറുമ്പോടെ നോക്കിയവൻ. തന്നെ പിടിക്കാനുള്ള നീക്കമാണ് അവൻ്റേതെന്ന് മനസ്സിലായതും അവൾ ഒരൊറ്റ കുതിപ്പിനെ കട്ടിലിൽ കയറി കുസൃതിയോടെ താടിയിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് ഒരംഗത്തിന് തറയായി കൊണ്ടവനും. രക്ഷപ്പെടാനുള്ള പഴുത് തേടിക്കൊണ്ടുള്ള അവളുടെ കണ്ണുകൾ ചുറ്റും ചുവച്ചതും നിമിഷ നേരം കൊണ്ടവൻ പാഞ്ഞെടുത്ത് അവളുടെ കാലിൽ പിടുത്തപ്പെട്ടു. കുതിരി ഓടാൻ ശ്രമിച്ചപ്പോഴേക്കും കാലിൽ അവൻ്റെ ബലമായ വലിയിൽ അവൻ്റെ മേലിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവളെ വലിച്ചടിപ്പിച്ച് അവളെയും കൊണ്ടവൻ മലക്കം മറിഞ്ഞു കഴിഞ്ഞിരുന്നു. കൈത്തിലൂടെ കൈ ചുറ്റി പിടിച്ച് അവൾക്ക് മുകളിലായി അവൻ കിടന്നു. ബലിഷ്ഠമായി അവൻ്റെ മറുകൈ അവളെ ചുറ്റി വിരിഞ്ഞു. കുറുമ്പോടെ പരിഭവത്തോടെ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവളെ പോലെ അവൾ അവിടെ കിടന്ന് കുതിരി മാറിക്കൊണ്ടിരുന്നു. ഒരിക്കലും തനിക്ക് മേലെ കിടക്കുന്നതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ലെന്നറിഞ്ഞിട്ടും അവൻ്റെ കൈകൾ അവളെ കൂടുതൽ പിടിമുറുക്കിയതും അവളുടെ പരിഭവം കൈകളിലൂടെ അവൻ്റെ നഗ്നമായ പുറത്തും തൊഴിലും അടിച്ചും തൊഴിച്ചും മാന്തിയും അവനെ നോവിച്ചുകൊണ്ടിരുന്നു. ജനിച്ചിട്ടും കണ്ണുകൾ മുറുക്കി ചിമ്മി അവയെ നേരിട്ടെന്നല്ലാതെ അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി കുസൃതിയോടെ ചിരിച്ചവൻ. വേദന കൊണ്ട് മുഖം ചൊളിക്കുന്ന അവനെ കണ്ടതും അവൾ ചുണ്ടുകൾ മേലേക്കുന്തി മിഴികൾ നിറച്ച് അവനെ നോക്കി. പതിയെ അവളുടെ എതിർപ്പുകൾ ഇല്ലാതെയായി. എൻ്റെ മനസ്സത്ര നൊന്തെന്നറിയോ? ഇപ്പം മഷ്കക്ക് വേദനിച്ചിലേറെ പതിമടങ്ങി ഞാൻ വേദന തിന്നു. എൻ്റെ ഉള്ളിലെ വേദന അറിയാൻ മഷ്ക ശ്രമിച്ചില്ലല്ലോ. സ്നേഹം നിറച്ച വാക്കുകൾക്ക് കാതോർക്കാനായി ഞാൻ കാത്തിരിക്കുമ്പോൾ തിരക്കിൻ്റെ പേരും പറഞ്ഞ് എന്നെ അവഗണിച്ചില്ലേ? എന്നെ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. നിങ്ങളെ കാണാതെ, നിങ്ങളുടെ സ്നേഹം കിട്ടാതെ എൻ്റെ മനസ്സ് എത്ര കണ്ട് നൊന്തെന്നറിയോ? അറിയോന്ന്? ഈ കണ്ണിലിപ്പോൾ കാണുന്ന സ്നേഹമെല്ലാം ഒരു വാക്കാൽ പോലും പ്രകടിപ്പിക്കാതെ എന്നെ അവഗണിച്ചില്ലേ? പൊയ്ക്കോ, എനിക്ക് കാണണ്ട. ഞാൻ അനുഭവിച്ച വേദന, ഞാനൊഴുക്കിയ കണ്ണുനീർ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങളെ ഒരു നോക്ക് കാണാൻ കൊതിയായിട്ടായിരുന്നു. എന്നെ നിങ്ങൾ പൊയ്ക്കും. നിങ്ങൾക്ക് എന്നോട് ഒരു ഇഷ്ടവുമില്ല. അപ്പം എനിക്കും ഇഷ്ടമല്ല. ഇതൊക്കെ അഭിനയ. വേണ്ട, പൊയ്ക്കും. ഓരോന്ന് എണ്ണിപ്പെറുക്കി അവൻ്റെ നെഞ്ചിലുന്തിക്കൊണ്ടവൾ പറഞ്ഞുകൊണ്ടിരുന്നു. സ്നേഹത്തോടെ പ്രണയത്തോടെ അവൾ അവനിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നു. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല സുർമി, നിന്നെ അറിയായിട്ടുമല്ല, മനസ്സിലാകായിട്ടുമല്ല. എല്ലാം അല്ലെങ്കിലും കുറച്ചൊന്ന് ഒതുക്കി ഒരു 2 മാസം നിനക്കൊപ്പം നിൽക്കാൻ പറഞ്ഞ് പൂർത്തിയാക്കാനാകാതെ അവൻ അവളുടെ തോളിലേക്ക് മുഖമമർത്തി. അവൻ്റെ ഏറി വരുന്ന നെഞ്ചിരിപ്പിൽ നിന്നും എന്ത് പറഞ്ഞവൾ മനസ്സിലാക്കുമെന്നറിയാതെ ഒരുവൻ്റെ സംഘർഷമായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞവൾ ആശ്വസിപ്പിക്കണമെന്നുണ്ട്.
പക്ഷെ എല്ലാവരും വിങ്ങലായി തൊണ്ടയിൽ കുരുങ്ങിക്കിടന്നതേ ഉള്ളൂ. ഇതേ അവസ്ഥയിലായിരുന്നല്ലോ ഓരോ തവണ ഇവൾ പ്രതീക്ഷയോടെ വിളിക്കുമ്പോഴും അവളുടെ ശബ്ദം കേൾക്കുമ്പോഴും എന്തൊക്കെയോ പറഞ്ഞവളെ സമാധാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഓരോ തവണയും അവളുടെ ദുഃഖം അറിയായിട്ടല്ല, ക്ഷീണിച്ച് കിടക്കയിലേക്ക് വീഴുന്ന ഓരോ രാത്രിയും അവളിലേറെ അവളുടെ സാമീപ്യത്തെ കൊതിച്ചത് താനായിരുന്നു. പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ ഒന്ന് കാണാൻ, സ്നേഹത്തോടെയുള്ള തലോടിന്, പ്രണയത്തോടെ അവൾ തരുന്ന ചുംബനങ്ങൾക്ക്, അങ്ങനെ എല്ലാത്തിനും കൊതിയായിരുന്നു. അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞവരുടെ കടങ്ങളെല്ലാം എക്സ്ട്രാ ടൈം ജോലിയെടുത്ത് വീട്ടിയും 2 മാസം അവളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ, അവളെ മാത്രമായി ജീവിക്കാൻ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവളോടുള്ള അടങ്ങാത്ത പ്രണയത്തെ അവളിലേക്ക് പകരാൻ, എന്തൊക്കെയോ പറഞ്ഞ് അവളുടെ പരിഭവത്തെ ഇല്ലാതാക്കണമെന്നുണ്ട്. എല്ലാം അവളുടെ മേൽ മുറുകുന്ന അവൻ്റെ കൈകളിലൂടെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. സുർമി, ഇഷ്ടമല്ലെന്ന് മാത്രം പറയില്ലേ. എൻ്റെ ഓരോ ശ്വാസത്തിലും നീയായിരുന്നു സുർമി, ഇപ്പോഴും നീയാണ്. പക്ഷേ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല സുർമി. നോട്ടത്തിലൂടെയായിരുന്നു നിനക്കൊപ്പം ജീവിക്കാനുള്ള നെട്ടോട്ടത്തിൽ. എല്ലാം കരക്കടുപ്പിച്ച് നിനക്കൊപ്പം ജീവിക്കണം. അതിന് താലിയിലെ ഭാരങ്ങൾ കുഴിക്കണം. അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. ഓരോ തവണ നീയുമായി സംസാരിക്കുമ്പോൾ കൂടുതലായി നിന്നോടൊന്ന് മിണ്ടിയാൽ എല്ലാം മറന്ന് എല്ലാം ഇട്ട് ആ ജോലി പോലും വേണ്ടെന്ന് വെച്ച് പോരാൻ എനിക്ക് തോന്നും. അങ്ങനെ സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ. പതിയാണെങ്കിലും അവൻ അവളുടെ ചെവിയിലേക്ക് പറഞ്ഞു. മടിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഹൃദയത്താളം, മുറുകിക്കൊണ്ടിരിക്കുന്ന കരങ്ങൾ, പിൻകയത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ്റെ മേനീർത്തുള്ളികൾ, ഇവയിൽ നിന്നെല്ലാം അവനെ അവൾ മനസ്സിലാക്കിയിരിക്കാം. പതിയവളുടെ കൈകളും അവനെ ചുറ്റി എല്ലാ പരിഭവവും മറന്ന്. രാവേറെ പൊഴിയുമ്പോൾ അവളുടെ കുഞ്ഞു പരിഭവത്തെ പോലെ മായ്ച്ചുകൊണ്ട് പ്രേരിപ്പിക്കാത്ത അവൻ്റെ പ്രണയം അത്രമേൽ തീവ്രമായി അവൾ അറിഞ്ഞിരുന്നു. കാത്തിരിക്കുക, വീണ്ടും കാണാം. ബൈ ബൈ.